റിസ്ക് എടുക്കാതെ ചെയ്യാന്ന് പറയും പച്ച മലയാളത്തിന്. ഹലോ ഗൈസ്, ഐ ആം ജിഫ്രി, ഐ ആം ദ ഫൗണ്ടർ ആൻഡ് CC ഓഫ് എജുസോൾ. ഇന്ന് ഞങ്ങളത്തേക്ക് പറയാൻ പോകുന്ന കാര്യം എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ശ്രദ്ധിച്ചോളി. ഈ കുറേ ഇപ്പം എക്സാമ്പിളായിട്ട് പറയാം, ഇപ്പം കുറേ ആൾക്കാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പണിക്ക് പോകുന്നുണ്ട്, ഈ പണിൻ്റെ കൂടെ ഇതും കൂടി ചെയ്യാണ്. ഇപ്പം എക്സാമ്പിൾ റിസ്ക് എടുക്കാതെ ചെയ്യാന്ന് പറയും പച്ച മലയാളത്തിന്, അത്രേ ഉള്ളൂ. ഇപ്പം എക്സാമ്പിൾ ഒരു പറയാം, ഇപ്പം നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ആ സമയത്ത് പഠിപ്പിക്കാനുള്ള സ്കില്ലുണ്ട്, എൻ്റെ പാർട്ട്ണർക്കും പഠിപ്പിക്കാനുള്ള സ്കില്ലുണ്ട്. നമ്മൾ ഒരുപാട് തവണ ഇതന്നെയായിരുന്നു നിങ്ങൾ ചെയ്ത മാതിരി നമ്മൾ എന്താക്കൂ, പഠിപ്പിക്കാൻ പോകും, പൈസ ഉണ്ടാക്കൂ, മെല്ലെ മെല്ലെ ബിസിനസ് ചെയ്യും, പൈസ ഉണ്ടാക്കും, മെല്ലെ മെല്ലെ ബിസിനസ് ചെയ്യും, പൈസ ഉണ്ടാക്കും, മെല്ലെ മെല്ലെ ബിസിനസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു 1.5 കൊല്ലമായപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് ഇത് ചെയ്തിട്ട് കാര്യമില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് എന്തെങ്കിലും പൈസ കിട്ടും, പക്ഷേ നമുക്ക് ഒരിക്കലും ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റൂല എന്നുള്ള മനസ്സിലായി. അതിനുശേഷമാണ് ഞാനും മുനവറും നമ്മൾ 2 പേരും ട്യൂഷൻസ് ഒക്കെ നിർത്തി നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ എഫേർട്ട് 100% നമ്മുടെ എജുസോൾവിൽ നമ്മൾ എന്താക്കിയത്, ഇൻവോൾവ്മെന്റ് കൊടുത്ത്. അങ്ങനെ ഇൻവോൾവ്മെന്റ് കിട്ടി ഇന്നത്തേക്ക് ഒരു സാധനം കാണിച്ചില്ല. ഇന്നത്തേക്ക് ഏകദേശം 4 കൊല്ലം 5 കൊല്ലത്തിന് എടുത്താൽ മതി. ഒഫീഷ്യലി 3 കൊല്ലമാണ്, കാരണം രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ. ഒഫീഷ്യൽ 5 കൊല്ലം നമ്മൾ എടുത്തിട്ടുണ്ട് എജുസോൾ എന്ന ബ്രാൻഡ് എത്തിക്കുക. ഇന്നിപ്പോൾ ഈ ബ്രാൻഡ് നമുക്ക് സ്വന്തമാക്കാൻ വേണ്ടി ഇന്ന് ഇത്രയും വലിയ ലെവലിലേക്ക് നമ്മൾ ഈ ഓഫീസിലേക്കൊക്കെ മാറാൻ വേണ്ടി കഴിഞ്ഞതും ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ സ്റ്റാഫൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. ഇതൊക്കെ നമ്മുടെ സ്റ്റാഫ് വർക്കിനോട് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അധികം ആൾക്കാർക്കും ഇൻട്രസ്റ്റ്, റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. ഓരോ ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു പാർട്ട് ടൈം ആയിട്ടുള്ള ജോലി ബിസിനസ്, കാരണം ഓൻ്റെ ബിസിനസ്സിന് ഓനക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ ഓൻ്റെ ബിസിനസ് ഓനക്കൊരു വിശ്വാസമില്ല, എൻ്റെ ബിസിനസ് സക്സസ് ആക്കാൻ പറ്റുമോ എന്നുള്ളത്. ഇത് ബിസിനസ് ഇത്തിരി ആക്കാൻ പറ്റാത്ത ഓനൊക്കെ പിന്നെ എന്ത് ബിസിനസ് ചെയ്യാനാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോൾ നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ആളാണെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഫോക്കസ് ബിസിനസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇറങ്ങുക. ഇല്ലെങ്കിൽ ഷുവറായിട്ട് പറഞ്ഞുതരാം, അത് പൊട്ടും 100%. ഞാൻ അങ്ങനെ ചെയ്ത ഒരുപാട് ആൾക്കാർ എനിക്കറിയാം, ഒരുപാട് ആൾക്കാർ എനിക്ക് അറിഞ്ഞതിനെ കൊണ്ടാണ് പറഞ്ഞിരുന്നത്. കാരണം നമുക്ക് കുറേ അസോസിയേഷൻസ് ഒക്കെ വരാറുണ്ട് പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ. നമ്മൾക്ക് ഇങ്ങനെ സജഷൻസ് നിങ്ങൾ ചെയ്തു തരുമോ? അപ്പോൾ ചോദിക്കുന്ന സമയത്ത് ഓർക്കൊക്കെ പണിയാണ്, ഓർക്കൊക്കെ എല്ലാ സ്ഥലത്ത് പണി കഴിഞ്ഞതിന് ശേഷമാണ് ബിസിനസ് നോക്കുന്നത്. നമ്മൾ അതിലേക്കൊന്നും പോവില്ല. കാരണം ഒരു ബിസിനസ്സിലേക്ക് നമ്മളൊരു 100% ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കാർ 100% ബിസിനസ് ഇറങ്ങിയാൽ സക്സസ് ഉണ്ടാവുള്ളൂ. അല്ലാതെ ഞാൻ മാത്രം 100% ബിസിനസ്സിൽ ഇറക്കി കഴിഞ്ഞാൽ ആ ബിസിനസ് ഒരിക്കലും സക്സസ് ഉണ്ടാവില്ല. സക്സസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ ഇറങ്ങാൻ മറ്റുള്ള കോഫൗണ്ടേഴ്സും ഇതേമാതിരി ഇറങ്ങണം. അപ്പോൾ നമ്മൾ ഒരുപാട് അസോസിയേഷൻസ് വരെ നമ്മൾ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുമോ? അപ്പോൾ ചോദിക്കുന്ന സമയത്ത് ഓരൊക്കെ വലിയ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ആയിരിക്കും, വലിയ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരാണ്, ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ചെയ്യുന്നവരാണ്, വലിയ അക്കൗണ്ടന്റുമാരാണ്, അതേപോലെ തന്നെ വലിയ വലിയ ടീച്ചേഴ്സാണ്. അപ്പോൾ ഇവർക്കൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് 100% ഇവർക്ക് ഇറങ്ങണം എന്നുള്ള താല്പര്യമില്ല. ഫസ്റ്റ് ഓപ്ഷൻ അത് കൊടുത്തില്ല. സെക്കൻഡ് ബിസിനസ്സിലേക്ക് കൊടുക്കുന്ന സമയത്ത് ബിസിനസ് ക്ലിക്ക് ആവില്ല. നിങ്ങൾക്ക് ബിസിനസ് 100% സക്സസിലേക്ക് എത്തിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊക്കെ 100% അങ്ങനെ എത്തിച്ചോടാം. നമ്മൾ ആദ്യം മറ്റുള്ള തെറ്റ് ചെയ്ത് മാറ്റി 100% നമ്മൾ ഇതിലേക്ക് ഇൻവോൾവ്മെന്റ് കൊടുത്തതിനെ കൊണ്ടാണ് ഇന്ന് കാണുന്ന നമ്മുടെ എജുസോൾ നമുക്ക് അവിടെ എത്താൻ വേണ്ടി പറ്റി. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അവിടെ എത്തണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സെറ്റ് ആക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൈമറി ജോബ് എന്താണോ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക തന്നെ വേണം. ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പൈസ ഉണ്ടാക്കിയതിന് ശേഷം ആ ജോബ് നിർത്തിയിട്ട് കംപ്ലീറ്റ്ലി ബിസിനസ്സിലേക്ക് ഇറങ്ങണം. ബിസിനസ്സും പണിയുമ്പോൾ ഒപ്പരം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 100% പറഞ്ഞാൽ ആ ബിസിനസ് ക്ലിക്ക് ആവില്ല. ഞാൻ ഷുവർ പറഞ്ഞാൽ ആ ബിസിനസ് ജയിക്കൂല. ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കി, നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കാണാം. അങ്ങനെ ഈ ഫുൾ ടൈം ബിസിനസ്സിലേക്ക് ഇൻവോൾവ്മെന്റ് ആക്കുന്ന സമയത്തുള്ളൂ നിങ്ങൾക്ക് ബിസിനസിനെ കുറിച്ച് നെക്സ്റ്റ് ലെവലിലേക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. ഇനി ഞാൻ എന്ത് ചെയ്യാം, കാരണം നിങ്ങൾക്ക് ഇനി വേറെ പ്ലാൻ ഇല്ല. മറ്റൊന്നെന്താ, രാവിലെ പണിക്ക് പോകണം, അപ്പോൾ പിന്നെ ഇത് മറന്നു. നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് 100% ഇതിലേക്ക് ഇൻവോൾവ്മെന്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തൊക്കെ ഗ്രോത്ത് കാര്യങ്ങൾ എൻ്റെ കമ്പനിക്ക് കൊണ്ടുവരണോ, എന്താണ് കമ്പനി ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ്സിൽ ഇരിക്കണടാ. നിങ്ങൾ ഫുൾ ടൈം ബിസിനസ്സിൽ ഇരുന്നാലേ ഉള്ളൂ നിങ്ങൾക്ക് നേരത്തെ കാര്യങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് പ്രോപ്പറായിട്ട് ഇതേപോലെ ചെയ്യും, നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ ഒരു റിസൾട്ട് കാര്യങ്ങൾ കിട്ടും. അല്ലാതെ നിങ്ങൾ ഒരു ബിസിനസ് ഒരു പണി ചെയ്യുന്നതിൻ്റെ കൂടെ പാർട്ട് ടൈം ആയിട്ട് ബിസിനസ് ചെയ്ത് കൊണ്ടുപോകാൻ ദയവ് ചെയ്ത് പറയാണ്, കൊണ്ടുപോകണ്ട, സക്സസ് ഉണ്ടാവില്ല ഷുവർ. അപ്പൊ അങ്ങനെ ചെയ്തോളി. നമ്മൾ അവിടെ നമ്മുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇതിനെക്കാട്ടും നല്ല മോട്ടിവേഷൻ നിങ്ങൾക്ക് തരാനില്ല, മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ആക്കി നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ബിസിനസ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് ഇറങ്ങി നോക്കി നല്ല രീതിയിലുള്ള ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് ആയുള്ള ഇതേപോലത്തെ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മളെങ്ങനത്തെ കാര്യം ഇപ്പോൾ അപ്പൊ നിങ്ങൾക്ക് ഇതേപോലത്തെ നമ്മളൊരു ഹിസ്റ്ററി നമ്മളൊരു കാര്യങ്ങൾക്ക് മൊത്തം ഒരു ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഇതിനെക്കാട്ടിലും അടിപൊളിയുള്ള വീഡിയോസ് നമ്മൾ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.